കഴിഞ്ഞില്ലേ? എന്തുവാ കൊറേ നേരം ആയല്ലോ, കഴിഞ്ഞില്ലേ ഇതുവരെ? മുടിഞ്ഞാച്ചമ്മ. ആ എന്നാ വാ ഇങ്ങോട്ട്. മുടിഞ്ചാച്ചമ്മ. അതങ്ങനെ പോയാലോ? എന്തോന്ന് ആന്റി ഇത്? ഇത്തിരി മെനക്കൊക്കെ സാരി ഉടുപ്പിച്ചൂടെ? നല്ല ഇല്ലയാ? ഇല്ല, നല്ലതല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല. എന്റെ മനസ്സിലുള്ള ദേവി ഇങ്ങനെയല്ല. ആര് പറഞ്ഞു നന്നായിട്ടുണ്ട്? എന്നാ പിന്നെ അമ്മൂരി. അയ്യോ മക്കളെ, എനിക്ക് അടുക്കള ഒരുപാട് പണിയുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാലോ. കേശുവേ, എല്ലാവർക്കും ബിരിയാണി മേടിച്ചോണ്ടാ. പിന്നെ അറിയാലോ, അമ്മൂമ്മക്ക് വെജ് ആണ്. ഓക്കെ, അമ്മൂമ്മക്ക് വെജ് പുലാവ്, ചേച്ചിക്ക് മട്ടൻ ബിരിയാണി. ഓ, എനിക്ക് മട്ടൻ ബിരിയാണി. നിനക്ക് മട്ടൻ ബിരിയാണിയാ? അത് പറ്റില്ല, നിനക്കിന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. നീ ഇന്ന് ദേവിയാവാൻ പോവല്ലേ, നിനക്കിന്ന് വ്രതം. അതൊന്നും പറ്റത്തില്ല. പറ്റിലേക്ക് ഒരു കാര്യം ചെയ്, മക്കള് മത്സരിക്കണ്ട, വീട്ടിൽ കുത്തിരി. ആ പെറ്റി ഫസ്റ്റ് കൊണ്ട് പോട്ടെ. ഇല്ല, ഞാൻ മത്സരിക്കും. മത്സരിക്കും? ഞാൻ ഫസ്റ്റ് മേടിക്കും. മേടിക്കും? ഉറപ്പാണേ? നിനക്ക് വേണ്ടല്ലോ? വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇത് വേണ്ടെന്നാ? മട്ടൻ ബിരിയാണി വേണ്ടെന്നാ? മട്ടൻ ബിരിയാണി വേണ്ട. എനിക്ക് വയ്യ, ഞാൻ പോയി മേടിച്ചോണ്ട് വരിക. ചേച്ചി ഇട്ടോക്കെ. അമ്മൂമ്മയുടെ മേടിച്ചോ? അമ്മൂമ്മ ഞാൻ തരാം, ഇട്ടുകൊടുക്കും. അമ്മൂമ്മ, ഈ സാരി ഒന്ന് റെഡിയാക്കി കൊടുക്ക്. ഇത് കണ്ട അതൊക്കെ മടങ്ങി കിടക്ക. ഈ ഫ്ലീറ്റ് ശരിയാക്കണം. പിന്നെ ഇതില്ലേ, ഇത്രയും വീതിയുടെ ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഉടുപ്പിച്ചാ മതി. ചെല്ലു പാറു. ഇവളിനി സാരി കൊടുത്തിട്ട് മെനയാവാത്തതാണ്. ചേച്ചി ചെല്ലേ. ഇതൊക്കെ ദേവിയായിട്ട് പോയുള്ള അവസ്ഥ. ഇവരുടെ തുറന്നില്ലേ? കഴിഞ്ഞില്ലേ ഇത്? കഴിഞ്ഞു. ഞാൻ അറിയത്തില്ല, ഇത് എന്തോന്നത് ഇപ്പോഴാണ് റെഡിയാവണേ. ഞാൻ ദാ കടയിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്ത് അത് മേടിച്ച് പാഴ്സൽ ചെയ്ത് ഇത്ര നടന്നു വന്ന്. கேசு அழகா இருக்குல்ல, இது 3வது வாட்டி நாங்க உடுப்பிக்கிறோம். 3வது വട്ടം എന്ന് പറയുമ്പോ? ആദ്യത്തെ വാട്ടി ഉടുത്തോ, ലച്ചുക്ക് പിടിക്കല. 2வது വാട്ടി ഉടുത്തോ, അതും ലച്ചുക്ക് പിടിക്കല. ഇത് 3வது വാട്ടി. അമ്മ ഹെൽപ്പ് செஞ்சதுனால ரொம்ப அழகா வந்தது. ചേട്ടാ, ഇത് കൊള്ളാല്ലേ ഇത്? ചേച്ചി എന്തിനാണ് ഉദ്ദേശിക്കണേ? 2:30 പോണ്ടേ? അവിടെ ആരെ പുറത്ത് ഫോൺ വിളിച്ചോണ്ടിരിക്കണേ? அது யாருன்னெல்லாம் எனக்கு தெரியாது, ஆனா ரொம்ப சீரியஸான விஷயம். 2வது வாட்டி சாரி உடுத்துட்டு இருந்தப்போ எங்களை வந்து திட்டிட்டு போனாடா. எதுக்குன்னெல்லாம் தெரியல. അത്ര കിടപ്പോ? എടാ കേശുമോനെ, നീ ഒന്ന് നോക്കിയേ, നന്നായിട്ടില്ലേ? എങ്ങനെ ഉടുത്തിട്ടും ലച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ലടാ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അവൾ ആദ്യം ഉടുത്തൊരുങ്ങിയത് കണ്ടപ്പോഴേ ഓക്കെ ആയിട്ട് തോന്നിയതാണ്. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ച എന്തായാലും ചെറിയ പ്രശ്നം കാണുമെന്ന്. ഇതും കൊള്ളാം. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നും കേക്കണ്ടെന്ന്. എന്ത് എനിക്ക് നീ പറഞ്ഞ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഹലോ 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 ഹലോ, കുറച്ചു നേരം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ പറ്റുമോ? നിനക്കെന്ത് കേട്ട കുഴപ്പം? നീ കേട്ടിട്ടെന്നാ പോയാ മതി. ആറേ ചേച്ചിയുടെ ചെന്നിട്ടേ സാരി ഉടുത്തത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പോഴാ ചേച്ചി ഭയങ്കര കരിപ്പില്ല. ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാലേ വലിച്ചു കയറും. പോയി ചോദിച്ചു. நான் எல்லாம் கேட்க மாட்டேன். அம்மா நீங்க போய் கேளுங்கம்மா. എനിക്കങ്ങും വയ്യ അവിടെ വായിരിക്കുന്ന കേൾക്കാന്. ആർക്കും പോയി ചോദിക്കാൻ ഭയങ്കര ഒരു കാര്യം ചെയ്യാം, ബിരിയാണി തണുത്ത് വന്നിരുമ്പോ ഫുഡ് കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്കിത് കഴിക്കാം, നമുക്ക് 4 പേർക്കും കഴിക്കാം. തന്നെയല്ല, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ 2 ബിരിയാണി, ചിക്കൻ ബിരിയാണി, 2 വെജ് ബിരിയാണി, 1 മട്ടൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ചേട്ടാ എന്നെ ഇങ്ങനെ വെറുപ്പിക്കല്ലേ. അല്ല ചേട്ടാ, ഓ, മട്ടൻ ബിരിയാണിനകത്തെ മട്ടൻ മാറ്റി വെച്ചിട്ട് റൈസ് ചെയ്യുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഈ സാരി 100 രൂപ കൊണ്ടുവരും, കുഴപ്പമുണ്ടോ? എന്നാ പിന്നെ വേണ്ട. ചേട്ടാ ശരിക്കും പറ, ഞാൻ സാരി ഉടുത്തത് എങ്ങനെയുണ്ട്? വിശക്കണ വേണ്ടേ? അത് ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അമ്മൂമ്മ
എല്ലാം കൂടെ 1450 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 1450 രൂപയോ? ആ പാഴ്സൽ ചാർജ് 1450 രൂപ. അതിനകത്തിൽ എന്തോ ഒരു പെശ ഉണ്ടല്ലോ. എന്തായാലും ഞാനല്ലേ സാരി കൊടുത്തു. നല്ല രസമുണ്ട്. ചേച്ചി ഇവിടെ ചേച്ചി നീ സാരി മര്യാദക്ക് വൃത്തിക്ക് കൊടുത്തില്ലേ? വൃത്തി കൊടുത്തല്ല. ഇത് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ചേച്ചി മാറ്റി കൊടുത്തായിരുന്നു. ഇത് ശരിയായിട്ടൊന്നുമില്ല. ഇതുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ചുളുങ്ങി കിടക്കുക. ചേച്ചി ഇതപ്പോ ശരിയായാലും ശരി തന്നെ, ശരിയായില്ലെങ്കിൽ ശരി തന്നെ, ഇത് തന്നെ മതി. ഇനി ഈ സാരിയിൽ പണിഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാ കുറഞ്ഞത് 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ അങ്ങ് പോവും. അറിയാലേ, 3:15 അങ്ങ് പോവും, കഴിയും, പരിപാടി കഴിയും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇത്രയും വൃത്തിയില്ലാതെ ഇവിടെ പരിപാടിക്ക് കയറ്റണോ? എടാ ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് പ്രൊഫഷണൽ ആണ്, മനസ്സിലായോ? ഉടായ്പ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. കോളേജിൽ പഠിക്കുന്ന സമയത്തെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓരോ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവല്ലോ. അപ്പൊ അവര് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കും. പക്ഷെ ലാസ്റ്റ് ഞാൻ വന്ന് ഒരു ഫൈനൽ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാറുള്ളൂ. ആ പെർഫോം ചെയ്തവരൊക്കെ ഫസ്റ്റും കൊണ്ട് വന്നിട്ടും ഉണ്ട്. ചേച്ചി കോളേജിലെ ഏത് പരിപാടിക്കാ ഒരുക്കിയത്? കഥകളി. ചേച്ചി കളിച്ചോണ്ടിരിക്കണ സമയം പോണ്. ആ വാ റെഡിയാവ്. അല്ല ഇവിടെ വിഗ് അവിടെ. ഏത് wig? അല്ല മുടി കേട്ടണ്ടേ? പിന്നെ വിഗിനൊക്കെ പറഞ്ഞ എമൗണ്ട് കേട്ട തലറിഞ്ഞു വീഴും. ആ എന്നാ ഉള്ളത് വെച്ച് മതി. വാ നടക്ക്. പെട്ടെന്ന് വേണം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ആടായ സമയത്ത് ടീച്ചർ. ഹലോ ടീച്ചറാ. പിന്നെ സെറ്റായി. അപ്പൊ ഭാരതാണ്ട് ഒരുങ്ങി എന്റെ ഫ്രണ്ട് ഇരിക്കണ്. അല്ല ഇപ്പൊ അങ്ങോട്ട് പോയി. ആ നമ്മൾ ഇറങ്ങാൻ പോവാ. അപ്പൊ കാറ് വിളിച്ച്, അപ്പൊ അത് വരാനുള്ളൊരു താമസം, അത്രേ ഉള്ളൂ. ആ ഇപ്പൊ വരും. ആ പുള്ളി എന്താ ബ്ലോക്കിൽ പെട്ട് കിടക്കണ. ആ ടീച്ചറെ പരിപാടി എങ്ങനെ പോയാലും 4 മണിക്ക് തുടങ്ങും. അവളെ December ലാസ്റ്റ് അല്ലേ. ആ അങ്ങനെ ഒരു 5:45 6 മണിയാവൂല്ലോ ടീച്ചറെ. ആ അതിനും എത്തും. പിന്നെ സംഭവം ഇപ്പൊ എത്തും. 15 മിനിറ്റ്. ആ അതെ ടീച്ചറെ, ഇതാ ഇപ്പൊ എത്തി 5 മിനിറ്റ്. ശരി. ദൈവമേ ചേച്ചി, ആ ടീച്ചറെ വിളിച്ചേ ആ പെട്ടെന്ന്.